ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവലിടം ബൈ നീതു. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ജ്യൂസ് റെസിപ്പിയാണ്. നല്ല അടിപൊളി പൈനാപ്പിൾ ജ്യൂസാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പൈനാപ്പിളിൻ്റെ പകുതി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വേണം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും വേണം. മധുരമൊക്കെ എല്ലാവരും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി മിക്സിയുടെ ജാറെടുത്ത് അതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് നാരങ്ങനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നാരങ്ങനീര് ചേർക്കുന്നത് ജ്യൂസിന് ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്താൽ മതി. ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പൈനാപ്പിൾ നല്ല മധുരം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ 3 ടേബിൾ സ്പൂൺ ചേർത്തത്. മധുരം കുറവാണെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി ഐസ് ക്യൂബ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതിനകത്തേക്ക് കുറച്ച് വെള്ളവും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വെള്ളം മതി, തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ലതുപോലെ അരച്ചെടുക്കണം. ഇത് അരിച്ച് വേണ്ടവർക്ക് അരിച്ച് ഉപയോഗിക്കാം, അല്ലാതെ കുടിക്കാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുടിക്കാം. ഇനി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ പൈനാപ്പിളിൻ്റെ ഒക്കെ സീസണല്ലേ, അപ്പോൾ എല്ലായിടത്തും പൈനാപ്പിൾ മേടിക്കാൻ കിട്ടും. മേടിച്ചിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പൈനാപ്പിൾ മാത്രമേ നമ്മൾ എക്സ്ട്രാ മേടിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് 5 മിനിറ്റിനുള്ളിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ജ്യൂസാണ്. ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അത് മാത്രമല്ല, ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്ലാസ്സിലേക്ക് ജ്യൂസൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ഗാർണിഷൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ജ്യൂസ് റെഡിയായി. താങ്ക്സ് ഫോർ വാച്ചിങ്.